ഇടുക്കി ഉടുമ്പൻചോലയിൽ CPM നേതാവിന്റെ ബന്ധുവിനെതിരെ കൈക്കൂലി കേസ് നൽകിയ യുവസംരംഭകന്റെ വ്യാപാരം സ്തംഭിപ്പിച്ച് CPM-ഉം CITU-വും. വിജിലൻസിൽ പരാതി നൽകിയ ഏലയ്ക്ക വ്യവസായി അനീഷിന്റെ ലോഡുകൾ ഇറക്കരുത് എന്ന് CPM നേതാക്കൾ നിർദ്ദേശിച്ചു എന്ന് വ്യക്തമാക്കുന്ന ശബ്ദസന്ദേശം ജനം ടിവിക്ക്. CPM ഉടുമ്പൻചോല ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ തന്റെ വ്യാപാരം തകർക്കാൻ ശ്രമിക്കുന്നതായി അനീഷ് പരാതിപ്പെട്ടു. ഉടുമ്പൻചോലയിൽ അനീഷ് കുമാർ പുതുതായി വാങ്ങിയ സ്ഥലത്ത് കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ശരിയാക്കി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഉടുമ്പൻചോല പഞ്ചായത്ത് ഓവർസിയർ അനീഷിനെ സമീപിച്ചത്. മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ അപേക്ഷ നൽകിയപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി തടസ്സവാദം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഓവർസിയർ പണം ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് അനീഷ് വിജിലൻസിൽ പരാതി നൽകിയിരുന്നു. കൈക്കൂലി വാങ്ങുന്നതിനിടെ ഓവർസിയർ പിടിയിലാവുകയും ചെയ്തു. പിടിയിലായ ഓവർസിയർ CPM ഏരിയ സെക്രട്ടറി സുനിൽകുമാറിന്റെ ബന്ധുവായതാണ് അനീഷിന് വിനയായത്. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ പാർട്ടി നേതൃത്വം അനീഷിനെ ബന്ധപ്പെട്ടു. പരാതി പിൻവലിക്കില്ലെന്ന് അനീഷ് നിലപാടെടുത്തതോടെ ഭീഷണി ആരംഭിച്ചു. ഏലയ്ക്ക വ്യാപാരിയായ അനീഷിന്റെ സ്ഥാപനത്തിലേക്ക് ലോഡ് കയറ്റാൻ തൊഴിലാളികൾ എത്തുന്നത് ഏരിയ സെക്രട്ടറി ഇടപെട്ട് തടഞ്ഞു. സുഞ്ചന്റെ അടുക്കെ പറഞ്ഞോ വന്നിട്ട് പറഞ്ഞു. സജുമാർ സഹാവാണോ സുനിൽ സഹാവാണോ? സഹാവ് പറഞ്ഞേ. സഹാവ് വന്നിട്ട് പറഞ്ഞു എന്തോ ഇനി അനീഷിന്റെ ലോഡ് കയറ്റരുതെന്നോ? അനീഷിന്റെ ഞങ്ങൾ പറയാതെ അനീഷിന്റെ അടുത്ത് കയറ്റും വേണ്ട ഇറക്കും വേണ്ടെന്ന് പറഞ്ഞു. ലോഡ് ഇനി കയറ്റി ഇറക്കാൻ വേണ്ടെന്ന് പറഞ്ഞു. എന്നോടല്ലേ പറയണ്ടേ, അത് പൊതുഞ്ഞാ താൻ്റെ അവരെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. ഈ എൻ്റെ അപേക്ഷകൾ റിജക്റ്റ് ചെയ്യുകയും രണ്ടാമത് വീണ്ടും റീ അപേക്ഷ വെക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ സെക്രട്ടറി പറയുന്നു, ഇത് ഇവിടുത്തെ ഏരിയ സെക്രട്ടറിയായ സുനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളോട് ബാൻ ചെയ്ത് വെക്കാനെന്നാണ് ആവശ്യം എന്നോട് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഏരിയ സെക്രട്ടറിക്ക് ആ വൈരാഗ്യം ഉണ്ടാകാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഈ സെക്രട്ടറിയുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന ഓവർസിയറായ വിഷ്ണുദാസ് എന്ന് പറയുന്ന വ്യക്തിയെ വിജിലൻസ് പിടിക്കപ്പെടുകയുണ്ടായി. ആ ഉണ്ടായ സാഹചര്യത്തിൽ ഏകദേശം സുനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി, അതായത് ഏരിയ സെക്രട്ടറി സുനിൽകുമാർ ഇതിന്റെ വിശദ വിവരങ്ങൾ എന്നോട് അന്വേഷിക്കുകയും ഇത് വിഷ്ണുദാസിന്റെ ഈ കേസ് പിൻവലിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ഞാൻ ഒരിക്കലും ഇത് പിൻവലിക്കാൻ എനിക്ക് താല്പര്യമല്ല. ഇത് വിജിലൻസിന്റെ ഈ ബേസ് പ്രകാരം എനിക്ക് വേറുള്ളവർക്ക് അന്യാധീനമായി കൊടുക്കപ്പെട്ടിട്ടുള്ള സംഭവം ആയതുകൊണ്ട് എനിക്കിത് തന്നേ പറ്റത്തുള്ളെന്ന് വിജിലൻസിന്റെ ഇത് പ്രകാരം ഞാൻ പഞ്ചായത്തിൽ ചെല്ലുകയും അവിടുന്ന് പഞ്ചായത്ത് സെക്രട്ടറിയാണ് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾക്കിത് തരാൻ സാധ്യമാവത്തില്ലെന്ന് എന്നോട് പറയുകയും ചെയ്യുന്നത്. ഉടുമ്പൻചോലയിൽ വ്യാപാരം നടത്താൻ ഏരിയ സെക്രട്ടറിയും പാർട്ടിയും സമ്മതിക്കുന്നില്ലെന്നാണ് അനീഷിന്റെ പരാതി. കാർഡമം ഹിൽ റിസർവിൽപ്പെടുന്ന ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഒത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നും അനീഷ് ആരോപിക്കുന്നു. അല്ലാതെ വേറെയും പല അഴിമതികളും ഇദ്ദേഹം കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ വിവരാവകാശം വെക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം വീണ്ടും രണ്ടാമത് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എനിക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞത്. പുള്ളിയുടെ അങ്ങനെയുള്ള അഴിമതികൾക്കെതിരെ ഞാൻ വിവരാവകാശം വെക്കണമെന്ന് വീണ്ടും ഞാൻ പഞ്ചായത്തിൽ സമീപിച്ച സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതേസമയം അനീഷിന്റെ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ. അനീഷ് കുമാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇക്കാരണത്താലാണ് തുടർ നടപടികൾ റദ്ദാക്കിയതെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വാദം. പഞ്ചായത്തിലെത്തി പ്രശ്നങ്ങളുണ്ടാക്കിയതിന് അനീഷ് കുമാറിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറിയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജനം, ഇടുക്കി.